Hello viewers, मेरा प्रिय दर्शकों, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. But today is also I am giving you the +2 English lesson, third lesson match box. അതിൻ്റെ works, the activities. मेरा प्रिय दर्शकों, माफ कीजिए. It's only for students of Kerala. Okay, Kerala students, Kerala छात्र के लिए, +2 छात्र के लिए. Okay, I will give you another one. Okay, അപ്പോൾ നമുക്ക് നോക്കാം. It is often said that an empowered woman is the one who can find her own voice, speak up and be seen and heard. അല്ല, അപ്പോൾ എന്താ പറഞ്ഞ ഒരു സ്ത്രീ ശാക്തീകരണത്തിനെ പറ്റി പറയണം. അപ്പോൾ അവരുടെ വോയിസ്, അതുപോലെ അവരുടെ സംസാരം എല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ ദി പ്രസൻറ്റ് വേൾഡ് വാട്ട് വി നീഡ് ഈസ് ടു ഫോസ്റ്റർ എ മാൻ വുമൺ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് ഒരു സ്ത്രീ പുരുഷ ബന്ധം അതിനെ ശക്തിപ്പെടുത്തേണ്ടത് അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു എന്ത് വേണമെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ് പലതരത്തിൽ എഴുതാം. ഒരേ കാര്യം പഠിച്ചാൽ മതി കേട്ടോ. ചെറിയ റൈറ്റപ്പ് എഴുതാം, റിപ്പോർട്ട് എഴുതാം, അതുപോലെ സ്പീച്ച് എഴുതാം, എന്ത് വേണമെങ്കിലും നിങ്ങളൊന്ന് ഡീവിയേഷൻ, ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. യു ഷുഡ് ആൾസോ ഡീവിയേറ്റ് ഫ്രം ദി ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് സ്പീച്ച് ഓർ പ്രൊഫൈൽ or profile is not profile, that's a different time, but it's review and then write up and all an essay. It's all like same. Okay then. So നോക്കാം നമുക്ക്. How was the above statement relevant to Nomida in Ashapurna Devi's match box? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം, അതായത് മാച്ച് ബോക്സ്. ആശാപൂർണ ദേവി എഴുതിയ മാക്സ് ബോക്സുമായി പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദി സ്റ്റോറി. അപ്പോൾ നമുക്കിതിലൊരു റിവ്യൂ തയ്യാറാക്കാനാണ് പറയുന്നത് ഈ കഥയെ പറ്റി. എംഫസിസിങ് ദി ലോസ് വുമൺ ക്യാരക്ടേഴ്സ്, അത് നമ്മളൊന്ന് എടുത്ത് കാണിക്കണമെന്ന് പറയാം. ഊന്നി പറയണം. എന്താണ് വുമൺ ക്യാരക്ടർ, എന്താണ് സ്ത്രീ കഥാപാത്രം, അതിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ സമൂഹത്തിൽ, നോട്ട് ഓൺലി ഇൻ അവർ സൊസൈറ്റി ബട്ട് ഇൻ ദി വേൾഡ്, ലോകത്ത് തന്നെ. അല്ലേ, നമുക്കറിയാം പഴയ പല വനിതകളുണ്ട്, വളരെ അയൺ ലേഡീസ് ഇൻ ദി വേൾഡ്. ഇന്ദിരാഗാന്ധി, മാർഗരറ്റ് താച്ചർ, അല്ലേ, അതുപോലെ മദർ തെരേസ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അല്ലേ. അതുപോലെ നമ്മളുടെ ഇംഗ്ലീഷ് പ്രീമിയറായിരുന്ന ഐ ഫോഗട്ട്, അതുപോലെ സിരിമാവോ ഭണ്ഡാരനായിക ശ്രീലങ്ക, അല്ലേ, അങ്ങനെ ഒരുപാട്. ഷീ ഈസ് ദി ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ്, യുനോ, സിരിമാവോ ഭണ്ഡാരനായിക ഓഫ് ശ്രീലങ്ക. എനിവേ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ദി സ്റ്റോറി ഈസ് വെരി സിമ്പിൾ, വളരെ ലളിതമായൊരു കഥയാണിത്. നോമത ഈസ് മാരീഡ് ടു അജിത്ത്. നോമതയെ അജിത്തിന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ദേ ലിവ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി, ഒരു കൂട്ടുകുടുംബത്തിലാണ് ഇവർ താമസിക്കുന്നത്. നോമിതാസ് മദർ ഈസ് പൂവർ വിഡോ, പാവപ്പെട്ട ഒരു വിഭാരിയാണ് നോമതിയുടെ അമ്മ. Has no brothers and home, and so her mother always demands money from Nomida to her needs. അപ്പോൾ ബ്രദേഴ്സൊന്നുമില്ല അവർക്ക്, അതുകൊണ്ട് ഈ അമ്മ, നോമിതയുടെ അമ്മ എപ്പോഴും പൈസ ആവശ്യപ്പെടും അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട്. Then and so her mother always say, she writes a letter to her always telling misfortunes of various kinds with the intention of gaining financial from her son-in-law. അപ്പോൾ എപ്പോഴും എഴുതാറുണ്ട്, എനിക്ക് സാമ്പത്തികമായ സഹായം ആവശ്യമാണ് മരുമകൻ്റെ അടുത്ത് നിന്ന് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് നോവതയ്ക്ക് ഒരു കുറച്ചിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മായിയമ്മയും മരുമകനും അവളെ വളരെ കളിയാക്കുന്നതും പുച്ഛിക്കുന്നത്, ഹറാസ് ചെയ്യുന്നത്, ടീസ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. സോ ഓൾവേസ് ദ ടീസ്ഡ് ആൻഡ് ഹറാസ്ഡ് ഹർ. നോക്കാം. അപ്പോൾ അങ്ങനെയാണ്. നോമിഡ ഈസ് ashamed to the beggarly nature of her mother, but she continues helping her. അപ്പോൾ വല്ലാത്തൊരു ലജ്ജ തോന്നുന്നുണ്ടല്ലോ നോമിതയ്ക്ക് അമ്മയുടെ ഈ പ്രകൃതത്തിൽ. എന്നിരുന്നാലും അവൾ അമ്മയെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. കാരണം അവളുടെ സിറ്റുവേഷൻ അതാണ്, സഹായിക്കാതിരിക്കാനും പറ്റില്ല, പെറ്റമ്മയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അമ്മയ്ക്ക് അത്രയും സ്ഥാനമുണ്ട് സമൂഹത്തിൽ എന്നുകൂടി ഓദർ നമുക്ക് കാണിച്ചു തരാണ് ഇവിടെ കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ കഴിച്ചിട്ടുള്ളൂ, മറ്റല്ല അല്ലേ. എന്ന് പല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അല്ലേ. അമ്മയൊക്കെ അവരെയൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിടുക പ്രായമായി കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലാതെ. എന്നാൽ നല്ല കാലത്ത് ഈ കുട്ടിക്ക് ജന്മം നൽകി ഒരു നിലയിലെത്തിക്കുന്നത് അമ്മയാണ് അല്ലേ. അച്ഛനും കൊണ്ട് അതിൽ പങ്ക്, അത് വേറെ.
പക്ഷെ അമ്മയുടെ പങ്ക് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നോക്കാം അതിൽ കുറച്ചുകൂടി. The two important women characters in the story are Nomida and her mother. The പ്രധാന കഥാപാത്രങ്ങൾ ഇതിൽ നോമിതയും അവളുടെ അമ്മയും തന്നെയാണ്. Nomida is a beautiful young girl who wants to assert her freedom, but her husband Ajit does not allow it. അപ്പോൾ നോമിത എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളൊരു കുട്ടിയാണ്. അതുപോലെ അവൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, എന്നാൽ അവളുടെ ഭർത്താവായ അജിത്ത് അത് നൽകുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ he insists on trading or reading the letters and address to her. എപ്പോഴും അവൻ എന്താണ് ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുക, അവൾക്ക് വരുന്ന എഴുത്തുകളൊക്കെ അവളുടെ നോമിതയുടെ അമ്മ അയക്കുന്നത്. അത് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഒരാളുടെ എഴുത്ത് വായിച്ചു പോകരുത് കേട്ടോ, അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നോമിതാസ് മദർ ഈസ് എ ടിപ്പിക്കൽ ബിരോ who wants to get as much help as possible from her rich son-in-law. അപ്പോൾ വളരെ പാവമാണ് അവരെന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഷീസ് എ വിഡോ. So she always needs help from her son-in-law. അല്ലേ, തൻ്റെ മരുമകൻ്റെ അടുത്ത് എപ്പോഴും സഹായം അവർ ആഗ്രഹിക്കുന്നുണ്ട്, സ്വാഭാവികം. Her begging behavior makes Nomida lose her face before her husband and other family members. അപ്പോൾ ഇവരുടെ ഈ യാചക രീതിയിൽ, അല്ലെങ്കിൽ യാചിക്കുന്ന രീതിയിലുള്ള നാച്ചർ, ദി ബെഗിങ് നാച്ചർ ഓഫ് ഹെർ മദർ, ഇറ്റ്സ് ആൾവേസ് harassing her and ashamed her in front of her husband and other family members of her husband's family. മനസ്സിലായി? അപ്പോൾ വല്ലാത്തൊരു ലജ്ജ, നാണം, അപമാനമൊക്കെ ഉണ്ടാക്കുകയാണ് അജിത്തിൻ്റെ മുമ്പിലും കുടുംബക്കാരുടെ മുമ്പിലും. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൽ പ്രധാനമായിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ എല്ലാം പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് എടുക്കേണ്ടി വരും. നോക്കാം, നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അതായത് എൻ്റെ ഒരു ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിയും. ഇനി ഹൊറിഗല്ലു നെക്സ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ക്വാർട്ടർലി എക്സാമിന് മുമ്പ് ഞാൻ അതിൻ്റെയൊക്കെ ഒരുപാട് മുന്നിലെത്തും കേട്ടോ. അതുപോലെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ ബുക്ക് തന്നെ ഫിനിഷ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് മൈ ചാനൽസ് ഇൻ യൂട്യൂബ്, സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്. Okay, then Facebook and Instagram, Step Up with English 108, Step Up with English 108, Ek Shuni Art. Following and share. Okay, then see you in my next video.